ഹായ് ഹോൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂട്രൽ വേവ് ഡിസൈൻസ്. ഒരു പട്ടുപാവടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു 5 വയസ്സായ കുട്ടിക്ക് ചെയ്തതാണ്. ഇതൊരു 2.5 മീറ്റർ തുണിയാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. കസ്റ്റമർ അത്രയായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഇത് 4 ആക്കിയിട്ട് മടക്കി, നമുക്ക് ഇത്രയാണോ ചെറുതാക്കി മടക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ കട്ട് ചെയ്യാനുള്ള സുഖത്തിൽ അനുസരിച്ച് മടക്കിയെടുക്കുക. എന്നിട്ട് അടിഭാഗത്തു നിന്ന് മുകളിലേക്കാണ് നമ്മൾ അളവിടുന്നത്. അതായത് കരഭാഗത്തിൻ്റെ അവിടുന്ന് മുകളിലേക്ക് അളവിടുക. 21 ഇഞ്ചാണ് ടോട്ടൽ അളവ്. ഇവിടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ട് 21.5 ഇഞ്ചാണ് ഞാനിവിടെ ഈ അളവ് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഹിപ്പ് റൗണ്ടിൻ്റെ 3 ഇരട്ടി തുണിയാണ് നമ്മൾ പാവാടക്ക് അളന്നെടുക്കേണ്ടത്. അതായത് ഹിപ്പ് റൗണ്ട് 20 ആണെങ്കിൽ 20 കൂടെ 3 കുടിക്കുക 20-നെ. അപ്പോൾ 60 കൂടെ പ്ലസ് 3 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 63 ഇഞ്ചാണ് തുണീൻ്റെ വീതി വേണ്ടത്. പാവാടക്കൊക്കെയുള്ള ബാൻഡിൻ്റെ അളവാണ് 4 ഇഞ്ച് വീതിയും 21 ഇഞ്ച് നീളമുള്ളൊരു പീസാണ് ഞാൻ ഇതേപോലെ ബാൻഡിനായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പാവാടിൻ്റെ പീസിൽ ഇതേപോലെ ഓരോ ഇഞ്ചിൻ്റെ അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ആ ഒരു അളവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം പാവാടിൻ്റെ 2 സൈഡും 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് അടിവരെ മടക്കിയെടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഓരോ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1ാമത്തെ മാർക്കുമ്മക്ക് 3ാമത്തെ മാർക്കാണ് ഇതേപോലെ വെച്ചെടുക്കേണ്ടത്. അങ്ങനെ ഓരോന്ന് ഇടവിട്ടാണ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് വെച്ചെടുക്കുന്നത്. സ്കേർട്ട് പാർട്ടിൻ്റെ എല്ലാ പ്ലീറ്റും ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ബാൻഡ് വെക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് അയൺ ചെയ്തെടുക്കുക. ഓരോ പ്ലീറ്റും എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ അവിടെ ഫുള്ള് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ബാൻഡ് വെക്കാനുള്ള അളവ് ഇല്ലേ നോക്കുക. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ബാൻഡിൻ്റെ അളവ് വേണ്ടത് ആ അളവിനനുസരിച്ച് പ്ലീറ്റ് ഇട്ടിട്ടില്ലെന്ന് നോക്കിയിട്ട് അവിടെ ബാൻഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ റൗണ്ടിനെക്കാട്ടിലും 1 ഇഞ്ച് ഏറെ ഇട്ടിട്ട് വേണം ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യാൻ. നമ്മൾ 2 സൈഡും മടക്കിയെടുത്തിട്ട് പോകും. ഇതേപോലെ ആദ്യം 1/2 ഇഞ്ച് ഉള്ളിലിട്ടിട്ട് ആദ്യം മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ 1/2 ഇഞ്ച് 2 സൈഡും അടിച്ചിട്ട് മറിച്ചിട്ടിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് നമ്മൾ പാവാടൻ്റെ ചീത്തവശം വെച്ചിട്ട്, അതായത് ബാൻഡിൻ്റെ നല്ല വശം പാവാടൻ്റെ ചീത്തവശത്ത് വെച്ചിട്ട് നമ്മൾ ആ ബാൻഡിനെ സ്റ്റിച്ച് ചെയ്യാം. ആ ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇപ്പുറത്തോട്ട് മറിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ആ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതേപോലെ പാവാടിൻ്റെ 2 സൈഡും 2 ഇഞ്ച് അകലം വിട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ അടിഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഹുക്കും മറുഭാഗത്ത് നമ്മൾ തുളയാണ് തുന്നിപ്പിടിപ്പിക്കുന്നത്. അപ്പോൾ തുളക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിനെ നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ നമ്മൾ തുള ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അതേപോലെ ഉണ്ടാകും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. ഇത് പിന്നെ ഈ ഹുക്കും കൂടെ നമ്മൾ തുന്നിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ പട്ടുപാവാട റെഡിയായി. സിമ്പിളായിട്ട് ആർക്കും ഇത് ചെയ്തെടുക്കാം.
അടിക്കാൻ പഠിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് നമുക്ക് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.